ഞാൻ ജോസഫ് ചാക്കോ ഇംഗ്ലീഷ് ലാംഗ്വേജ് അക്വിസിഷൻ പ്രോഗ്രാം ലാബ് നടത്തുന്ന സ്പെഷ്യൽ പ്രോഗ്രാമായ A to Z ചലഞ്ചിൻ്റെ പാർട്ട് 20യിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ 3 ടോപ്പിക്കുകളിലായി ഏതാണ്ട് 12 സെൻറ്റൻസുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. സിമ്പിൾ പ്രസൻറ്റിൽ 4 സെൻറ്റൻസ്, സിമ്പിൾ പാസ്റ്റിൽ 4 സെൻറ്റൻസ്, സിമ്പിൾ ഫ്യൂച്ചറിൽ 4 സെൻറ്റൻസ്. അങ്ങനെ 12 സെൻറ്റൻസുകൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതിൻ്റെ കൺസ്ട്രക്ഷൻ, അതിൻ്റെ ഉപയോഗം, എക്സാമ്പിൾ സെൻറ്റൻസസ് എല്ലാം നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങളത് പഠിച്ചു കഴിഞ്ഞു. ഈ ക്ലാസ് നിങ്ങളെ വളരെയധികം സ്വതന്ത്രരാക്കുന്ന ഒരു ക്ലാസ്സാണ്. ഭാഷയിൽ നിങ്ങൾ വളരെയധികം മുന്നോട്ട് പോകാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ക്ലാസ്സാണ്. തുടക്കം മുതൽ അവസാനം വരെ നിങ്ങൾ കൂടെ നിൽക്കുകയും സെൻറ്റൻസസ് നിങ്ങൾ എഴുതിയെടുക്കുകയും ഇത് വോക്കൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്താൽ നിങ്ങൾ ഒരു ദിവസം കൊണ്ട് അത്ഭുതകരമായ മാറ്റം നിങ്ങളിൽ പ്രകടമാകുമെന്ന് ഉറപ്പ് തരുന്ന ഒരു ക്ലാസ്സാണിത്. ഇതിൽ പുതിയതായി ഒന്നും ഈ ക്ലാസ്സിൽ പഠിക്കുന്നില്ല. പഠിച്ചു പോയ ആ ടോപ്പിക്കിൻ്റെ എക്സാമ്പിൾ സെൻറ്റൻസസ് വോക്കൽ പ്രാക്ടീസിന് വേണ്ടി നിങ്ങൾക്ക് നൽകുകയാണ്. വോക്കൽ പ്രാക്ടീസിൻ്റെ പ്രാധാന്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. വോക്കൽ പ്രാക്ടീസ് നമ്മുടെ വോക്കൽ ഓർഗൻസിന് ഒരു ഫ്ലെക്സിബിലിറ്റി തരുന്ന ഒരു പ്രത്യേക ഒരു വ്യായാമ മുറയാണ്, ഒരു എക്സസൈസാണ് വോക്കൽ എക്സസൈസ്. ഇത് നിങ്ങൾ ചെയ്താൽ തീർച്ചയായും നിങ്ങൾ അത്ഭുതകരമായ റിസൾട്ട് നിങ്ങൾ കാണും. ടോപ്പിക്കിനെ സംബന്ധിച്ച് കൂടുതലായിട്ടൊന്നും ഇനി പറയേണ്ടതില്ല, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ആ ക്ലാസ്സുകൾ നിങ്ങൾ ഒരിക്കൽ കൂടി പറ്റുമെങ്കിൽ അതൊന്ന് കാണണം. കണ്ടതിന് ശേഷം ഈ 12 സെൻറ്റൻസുകൾ നിങ്ങൾ ഒരേ സമയം നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾ തീർച്ചയായും സ്വതന്ത്രരാകും. ലാംഗ്വേജിൻ്റെ ബോണ്ടേജസ്, ബന്ധനങ്ങളെല്ലാം മാറി നിങ്ങൾ സ്വതന്ത്രരാകും. ഏറെ പ്രതീക്ഷ നൽകുന്ന ഈ ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി ഏവർക്കും സ്വാഗതം. ഞാൻ എക്സാമ്പിൾസ് നിങ്ങൾക്ക് നൽകാൻ പോവുകയാണ്. സെൻറ്റൻസസ് ഓരോ ടോപ്പിക്കിലും 4 സെൻറ്റൻസ് വീതമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. സിമ്പിൾ പ്രസൻറ്റിലെ 4 സെൻറ്റൻസസ് ഏതാണെന്ന് നിങ്ങൾക്കറിയാം. സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ പതിവ് കാര്യം പറയാൻ, ഒരാളുടെ സ്വഭാവം പറയാനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അത് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വരാറുണ്ട്, വരാറില്ല, വരാറുണ്ടോ, വരാറില്ലേ. അത് സിമ്പിൾ പാസ്റ്റിലേക്ക് വരുമ്പോൾ വന്നു, വന്നില്ല, വന്നോ, വന്നില്ലേ. സിമ്പിൾ ഫ്യൂച്ചറിലേക്ക് വന്നാൽ വരും, വരില്ല, വരുമോ, വരില്ലേ. ഇതാണ് 12 സെൻറ്റൻസുകൾ. സെൻറ്റൻസുകൾ ഓരോന്നായി നിങ്ങൾ കേൾക്കുക. ആദ്യം സെൻറ്റൻസസ് ഒന്ന് ബൈഹാർട്ട് ആക്കാൻ ശ്രമിക്കുക. അതിനുശേഷം ഒരു 20 ടൈംസ് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ പറയുക. റിസൾട്ട് മിറക്കുലസ് ആയി. വി ഗോ ടു ജിം റെഗുലർലി. ഇതൊരു സിമ്പിൾ പ്രസൻറ്റ് സെൻറ്റൻസ് ആണ്. വളരെ റെഗുലറായിട്ട് ഞങ്ങൾ ജിമ്മിൽ പോകാറുണ്ട്. വി ഗോ ടു ജിം റെഗുലർലി. ഇത് നമ്മൾ സെൻറ്റൻസിൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്? ഞങ്ങൾ ജിമ്മിൽ റെഗുലറായിട്ട് പോകാറുണ്ട്, റെഗുലറായിട്ട് പോകാറില്ല, റെഗുലറായിട്ട് നിങ്ങൾ പോകാറുണ്ടോ, റെഗുലറായിട്ട് നിങ്ങൾ ജിമ്മിൽ പോകാറില്ലേ. ഇതാണ് സെൻറ്റൻസ്. 4 സെൻറ്റൻസ് നമുക്കൊന്ന് നോക്കാം. We go to gym regularly. We don't go to gym regularly. Do you go to gym regularly? Don't you go to gym regularly? പറഞ്ഞു പഠിക്കുക. സിമ്പിൾ പാസ്റ്റിലേക്ക് വരുമ്പോൾ ഞങ്ങൾ പോയി എന്നായി മാറും. അപ്പോൾ ചില ടൈം എക്സ്പ്രഷൻസിലൂടെ മാറ്റം വരുന്നു. ബാക്കിയുള്ള സെൻറ്റൻസ് എല്ലാം സിമ്പിൾ പാസ്റ്റിൻ്റെ നിയമങ്ങൾ അനുസരിച്ചുള്ള സെൻറ്റൻസാണ്. ശ്രദ്ധിക്കുക. ഞങ്ങൾ ജിമ്മിൽ പോയി. വി ഗോ എന്നതിന് പകരം വി വെൻ്റ് എന്നായി മാറിക്കഴിയുമ്പോൾ ആ സെൻറ്റൻസ് പൂർണ്ണമായും പാസ്റ്റിലേക്ക് മാറി. വി വെൻ ടു ജിം. അത് എസ്റ്റർഡേ എന്നുള്ള ടൈം എക്സ്പ്രഷൻ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം, അല്ലെ ലാസ്റ്റ് വീക്ക് എന്ന് ചേർക്കാം. ഞാൻ എസ്റ്റർഡേ എന്നുള്ള വേർഡാണ്, ടൈം എക്സ്പ്രഷനാണ് ഉപയോഗിക്കുന്നത്. വി വെൻ ടു ജിം എസ്റ്റർഡേ. പോയില്ല. വി ഡിഡിൻ ഗോ ടു ജിം എസ്റ്റർഡേ. ഇന്നലെ ജിമ്മിൽ പോയോ? ഡിഡ് യു ഗോ ടു ജിം എസ്റ്റർഡേ? ഡിഡിൻ യു ഗോ ടു ജിം എസ്റ്റർഡേ? ഇന്നലെ ജിമ്മിൽ പോയില്ലേ. ഇനി അത് സിമ്പിൾ ഫ്യൂച്ചറിലേക്ക് വരുമ്പോൾ ജിമ്മിൽ പോകും എന്നാകും. അപ്പോൾ എസ്റ്റർഡേ എന്നുള്ള ടൈം എക്സ്പ്രഷൻ ടുമോറോ എന്നാകും, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് എന്നാകും. നമുക്ക് നോക്കാം സെൻറ്റൻസ് എങ്ങനെയാകും. വി വിൽ ഗോ ടു ജിം ടുമോറോ. വി വോണ്ട് ഗോ ടു ജിം ടുമോറോ. വിൽ യു ഗോ ടു ജിം ടുമോറോ? വോണ്ട് യു ഗോ ടു ജിം ടുമോറോ? ഞാനിതിൻ്റെ മലയാളത്തിലുള്ള മീനിങ് ഞാനിങ്ങ് ടൈപ്പ് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങളിത് രണ്ടും കൂടി ഒന്ന് താരതമ്യം ചെയ്ത് നിങ്ങളിതിൻ്റെ ആദ്യം ആശയം മനസ്സിലാക്കുകയും അതിനുശേഷം സെൻറ്റൻസ് ബൈഹാർട്ട് ആക്കുകയും പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വോക്കൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യണം. ഞാൻ ഈ സെൻറ്റൻസ്
12 സെൻറ്റൻസിലൂടെ ഞാനൊന്ന് കടന്നു പോകാം. അതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ശ്രദ്ധിക്കുക. We go to gym regularly. We don't go to gym regularly. Do you go to gym regularly? Don't you go to gym regularly? We went to gym yesterday. We didn't go to gym yesterday. Did you go to gym yesterday? Didn't you go to gym yesterday? We will go to gym tomorrow. We won't go to gym tomorrow. Will you go to gym tomorrow? Won't you go to gym tomorrow? കണ്ടിന്യൂസ് ആയിട്ട് പറയുക. റിജിഡ് ആയിരിക്കുന്ന നിങ്ങളുടെ വോക്കൽ ഓർഗൻസ് ഒന്ന് നന്നായി അയവ് വരുന്നതും ഈ സെൻറ്റൻസ് നിങ്ങളുടെ ബ്രെയിനിലും നിങ്ങളുടെ വോക്കൽ ഓർഗൻസിലും ഇത് പതിയുകയും ചെയ്യുന്ന ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടാകും. അടുത്ത സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഹി ലേൺസ് ഹൗ ടു സ്വിം. എങ്ങനെ നീന്തണമെന്ന് അവൻ പഠിക്കുന്നു. അവൻ പഠിക്കാറുണ്ട്, അല്ലെങ്കിൽ പഠിക്കുന്നു, പഠിക്കുന്നില്ല, പഠിക്കുന്നുണ്ടോ, പഠിക്കുന്നില്ലേ, അതാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ്. അത് പാസ്റ്റിലേക്ക് വരുമ്പോഴോ അവൻ നീന്തുന്നത് എങ്ങനെയെന്ന് അവൻ പഠിച്ചു. ഹി ലേൺഡ് ഹൗ ടു സ്വിം. ഹി ഡിഡിൻ ലേൺ ഹൗ ടു സ്വിം. ഡിഡ് ഹി ലേൺ ഹൗ ടു സ്വിം? ഡിഡിൻ ഹി ലേൺ ഹൗ ടു സ്വിം? പഠിക്കും. ഹി വിൽ ലേൺ ഹൗ ടു സ്വിം. ഹി വോണ്ട് ലേൺ ഹൗ ടു സ്വിം. വിൽ ഹി ലേൺ ഹൗ ടു സ്വിം? വോണ്ട് ഹി ലേൺ ഹൗ ടു സ്വിം? ഈ സെൻറ്റൻസ് കൂടി ഞാൻ 12 സെൻറ്റൻസ് ഞാൻ ഒരുമിച്ചൊന്ന് പറയാം. പറ്റുമെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ഒന്ന് പറയുക. ഇല്ലെങ്കിൽ ഇത് ശ്രദ്ധയോടെ കേട്ടിരുന്ന് അതുപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഹി ലേൺസ് ഹൗ ടു സ്വിം. ഹി ഡസൻ ലേൺ ഹൗ ടു സ്വിം. ഡസ് ഹി ലേൺ ഹൗ ടു സ്വിം? ഡസൻ ഹി ലേൺ ഹൗ ടു സ്വിം? ഹി ലേൺഡ് ഹൗ ടു സ്വിം. ഹി ഡിഡിൻ ലേൺ ഹൗ ടു സ്വിം. ഡിഡ് ഹി ലേൺ ഹൗ ടു സ്വിം? ഡിഡിൻ ഹി ലേൺ ഹൗ ടു സ്വിം? ഹി വിൽ ലേൺ ഹൗ ടു സ്വിം. ഹി വോണ്ട് ലേൺ ഹൗ ടു സ്വിം. വിൽ ഹി ലേൺ ഹൗ ടു സ്വിം? വോണ്ട് ഹി ലേൺ ഹൗ ടു സ്വിം? 12 സെൻറ്റൻസ് ആദ്യം നിങ്ങൾ കേൾക്കുക, അതിനുശേഷം ബൈഹാർട്ടാക്കുക, വോക്കൽ എക്സസൈസ് ചെയ്യുക. ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് കിട്ടിയാൽ വളരെയധികം സെൻറ്റൻസ് അതിൽ നിന്ന് നിങ്ങൾക്ക് നിർമ്മിക്കാൻ സാധിക്കും. വേർഡ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതിയാവും. ഇവിടെ ലേൺ എന്നാണ് വെർബെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം ഹി ലേൺസിന് പകരം ഹി പ്രാക്ടീസസ് ആകാം, ഹി സ്റ്റഡീസ് ആകാം. അതുപോലെ മറ്റ് അർത്ഥം വരുന്ന വേർഡ്സ് ആകാം. ഹി ഗോസ് എന്നാകാം, ഹി കംസ് എന്നാകാം, ഹി ടേക്സ് എന്നാകാം, ഹി കാൽക്കുലേറ്റ്സ് എന്നാകാം, ഹി ഹെൽപ്സ് എന്നാകാം. അങ്ങനെ വേർഡ്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സെൻറ്റൻസ് പഠിച്ചു കഴിയുമ്പോൾ ഒരു 100-ലധികം സെൻറ്റൻസിലേക്ക് അതിനെ നിങ്ങൾക്ക് മാറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു പ്രാക്ടീസ് നിങ്ങൾ ചെയ്താൽ നിങ്ങൾ ഭാഷയുടെ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം സ്വതന്ത്രരാകും. എല്ലാ ബോണ്ടേജസും ബന്ധനങ്ങളും അപ്രത്യക്ഷമാകും. അങ്ങനെ അത്ഭുതകരമായ റിസൾട്ട് തരുന്ന ഈ പ്രാക്ടീസാണ്. അടുത്ത സെൻറ്റൻസ് നോക്കാം. ഹി ഫോർഗെറ്റ്സ് ഹിസ് പാസ്വേഡ് ഓൾവേസ്. അവൻ്റെ സ്വഭാവമാണ് പാസ്വേഡ് മറന്നു പോകാറുണ്ട്. അത് നമ്മൾ പറയാൻ പോകുന്നത് മറക്കാറുണ്ട്, അവൻ മറക്കാറില്ല, അവൻ മറക്കാറുണ്ടോ, അവൻ മറക്കാറില്ല. ഇതാണ് നമ്മൾ പറയുന്ന സെൻറ്റൻസുകൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിൽ. ഹി ഫോർഗെറ്റ്സ് ഹിസ് പാസ്വേഡ് ഓൾവേസ്. ഹി ഡസൻ ഫോർഗെറ്റ് ഹിസ് പാസ്വേഡ് ഓൾവേസ്. ഡസ് ഹി ഫോർഗെറ്റ് ഹിസ് പാസ്വേഡ് ഓൾവേസ്? ഡസ് ഹി ഫോർഗെറ്റ് ഹിസ് പാസ്വേഡ് ഓൾവേസ്? ഇനി അത് സിമ്പിൾ പാസ്റ്റിലേക്ക് വന്നാൽ മറന്നു എന്നാകും. അപ്പോൾ ഓൾവേസ് എന്നുള്ള വേർഡിന് ആ ടൈം എക്സ്പ്രഷൻ അവിടെ മാറ്റം വരുന്നു. അത് യെസ്റ്റർഡേ എന്നോ ലാസ്റ്റ് വീക്ക് എന്നോ ലാസ്റ്റ് മന്ത് എന്നോ ആകാം. പാസ്റ്റിലെ ഏത് ടൈം എക്സ്പ്രഷൻ വേണമെങ്കിലും ആകാം. നമുക്ക് ആ സെൻറ്റൻസ് പാസ്റ്റിൽ എങ്ങനെ പറയാം? ഹി ഫോർഗോട്ട്. ഫോർഗെറ്റിൻ്റെ പാസ്റ്റ് ടെൻസ് ഫോർഗോട്ടാണ്. ഹി ഫോർഗോട്ട് ഹിസ് പാസ്വേഡ്. അവിടെ ടൈം പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഹി ഫോർഗോട്ട് ഹിസ് പാസ്വേഡ്. He didn't forget his password. Did he forget his password? Didn't he forget his password? വേർഡ് ശ്രദ്ധിക്കുക, ഫൊർഗോട്ടാണ്. അത് ഡിഡ് അതിൽ നിന്ന് വേർപെടുത്തി നമ്മൾ നെഗറ്റീവ് ആക്കി കഴിയുമ്പോൾ ഡിഡ് ഫോർഗെറ്റ് ആണ്. ഡിഡ് ഫോർഗെറ്റ് ആണ് ഫൊർഗോട്ടായി മാറുന്നത്. ഇനി അത് മറക്കും എന്നാക്കി മാറ്റുകയാണ്. അത് ഫ്യൂച്ചറിലേക്ക് മാറ്റിയാൽ എങ്ങനെയാണ് അതിന് മാറ്റം വരിക? ഹി വിൽ ഫോർഗെറ്റ് ഹിസ് പാസ്വേഡ്. ഹി വോണ്ട് ഫോർഗെറ്റ് ഹിസ് പാസ്വേഡ്. അവിടെ മറക്കും, മറക്കുകയില്ല. അതാണ് ആ സെൻറ്റൻസിൻ്റെ മീനിങ്. ഒരിക്കൽ കൂടി പറയാം. He will forget his password. He won't forget his password. Will he forget his password? Won't he forget his password? ഈ 12 സെൻറ്റൻസ് ഒരുമിച്ച് ഞാനൊന്ന് പറയാം. പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കൂടെ ഒന്ന് പറയാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കുക, അല്ലെങ്കിൽ ശ്രദ്ധയോടെ കേട്ടിരിക്കുക. He forgets his password always. He doesn't forget his password always. Does he forget his password always? Doesn't he forget his password always? He forgot his password. He didn't forget his password. Did he forget his password? Didn't he forget his password? He will forget his password. He won't forget his password. Will he forget his password? Won't he forget his password? പ്രാക്ടീസ് ചെയ്യാം. അടുത്ത സെൻറ്റൻസ് നോക്കാം. We celebrate our anniversary. ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. ഞങ്ങളുടെ വാർഷികം ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. ഇനി അത് ആഘോഷിക്കാറില്ല, ആഘോഷിക്കാറുണ്ടോ, ആഘോഷിക്കാറില്ലേ നോക്കാം.
We celebrate our anniversary. We don't celebrate our anniversary. Do you celebrate your anniversary? Don't you celebrate your anniversary? ഇനി അത് ആഘോഷിച്ചു എന്ന സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റുമ്പോഴോ ആഘോഷിച്ചു, ആഘോഷിച്ചില്ല, ആഘോഷിച്ചോ, ആഘോഷിച്ചില്ലേ, എങ്ങനെയാണ്? വി സെലിബ്രേറ്റഡ് അവർ ആനിവേഴ്സറി. വി ഡിഡിൻ സെലിബ്രേറ്റ് അവർ ആനിവേഴ്സറി. ഡിഡ് യു സെലിബ്രേറ്റ് യുവർ ആനിവേഴ്സറി? ഡിഡിൻ യു സെലിബ്രേറ്റ് യുവർ ആനിവേഴ്സറി? ഇനി അത് ഫ്യൂച്ചറിലോ ഞങ്ങൾ ആഘോഷിക്കും എന്നായി മാറുമ്പോൾ വി വിൽ സെലിബ്രേറ്റ് അവർ ആനിവേഴ്സറി. We won't celebrate our anniversary. Will you celebrate your anniversary? Won't you celebrate your anniversary? സെൻറ്റൻസ് ഞാനൊന്ന് 12 സെൻറ്റൻസ് ഒരുമിച്ച് ഞാനൊന്ന് പറയാം, കേട്ടിരിക്കുക, അല്ലെങ്കിൽ നിന്നോടൊപ്പം പറയുക, സെൻറ്റൻസ് പഠിക്കുക, അതിനുശേഷം അത് പ്രാക്ടീസ് ചെയ്യുക. We celebrate our anniversary. We don't celebrate our anniversary. Do you celebrate your anniversary? Don't you celebrate your anniversary? We celebrated our anniversary. We didn't celebrate our anniversary. Did you celebrate your anniversary? Didn't you celebrate your anniversary? We will celebrate our anniversary. We won't celebrate our anniversary. Will you celebrate your anniversary? Won't you celebrate your anniversary? I visit my grandparents frequently. എൻ്റെ സ്വഭാവമാണ്. പതിവായി മിക്കപ്പോഴും ഞാൻ എൻ്റെ ഗ്രാൻഡ് പേരൻസിനെ സന്ദർശിക്കാറുണ്ട്. സന്ദർശിക്കാറില്ല, സന്ദർശിക്കാറുണ്ടോ, സന്ദർശിക്കാറില്ലേ? സന്ദർശിച്ചു, സന്ദർശിച്ചില്ല, സന്ദർശിച്ചോ, സന്ദർശിച്ചില്ലേ? സന്ദർശിക്കും, സന്ദർശിക്കുകയില്ല, സന്ദർശിക്കുമോ, സന്ദർശിക്കുകയില്ലേ? ഇതാണ് 12 സെൻറ്റൻസ്. ശ്രദ്ധിക്കുക. ഐ വിസിറ്റ് മൈ ഗ്രാൻഡ് പേരൻസ് ഫ്രീക്വൻ്റ്ലി. ഐ ഡോണ്ട് വിസിറ്റ് മൈ ഗ്രാൻഡ് പേരൻസ് ഫ്രീക്വൻ്റ്ലി. ഡു യു വിസിറ്റ് യുവർ ഗ്രാൻഡ് പേരൻസ് ഫ്രീക്വൻ്റ്ലി? ഡോണ്ട് യു വിസിറ്റ് യുവർ ഗ്രാൻഡ് പേരൻസ് ഫ്രീക്വൻ്റ്ലി? ഐ വിസിറ്റഡ് മൈ ഗ്രാൻഡ് പേരൻസ് യെസ്റ്റർഡേ അല്ലെങ്കിൽ ലാസ്റ്റ് വീക്ക്, എന്തെങ്കിലും ആകാം, ഞാൻ ലാസ്റ്റ് വീക്ക് എന്നായിക്കോട്ടെ. ഐ വിസിറ്റഡ് മൈ ഗ്രാൻഡ് പേരൻസ് ലാസ്റ്റ് വീക്ക്. I didn't visit my grandparents last week. Did you visit your grandparents last week? Didn't you visit your grandparents last week? I will visit my grandparents next week. I won't visit my grandparents next week. Will you visit your grandparents next week? Won't you visit your grandparents next week? പറഞ്ഞു പഠിക്കുക. He reads books every day. എല്ലാ ദിവസവും പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. അതും ആ ഒരു 12 ടൈം ഷെഡ്യൂളിലേക്ക് ഇതൊന്ന് മാറ്റി നോക്കാം. വായിക്കാറുണ്ട്, വായിക്കാറില്ല, വായിക്കാറുണ്ടോ, വായിക്കാറില്ലേ? അവൻ വായിച്ചു, പുസ്തകങ്ങൾ വായിച്ചു, പുസ്തകങ്ങൾ വായിച്ചില്ല, പുസ്തകങ്ങൾ വായിച്ചോ, പുസ്തകങ്ങൾ വായിച്ചില്ലേ? അവൻ പുസ്തകങ്ങൾ വായിക്കും, അവൻ പുസ്തകങ്ങൾ വായിക്കുകയില്ല, അവൻ പുസ്തകങ്ങൾ വായിക്കുകയില്ലേ? He reads books every day. He doesn't read books every day. Does he read books every day? Doesn't he read books every day? He read books. അവിടെ നമുക്ക് സംശയം വരാം. ഹി റെഡ് ബുക്സ്. സ്പെല്ലിംഗ് ഒന്ന് തന്നെയാണ്, പക്ഷേ അത് പാസ്റ്റിലേക്ക് വരുമ്പോൾ RED റെഡ് എന്നാണ് പറയുന്നത്. ഹി റെഡ് ബുക്സ് ലാസ്റ്റ് മന്ത്. ഹി ഡിഡ്ന്റ് റീഡ് ബുക്സ് ലാസ്റ്റ് മന്ത്. ഡിഡ് ഹി റീഡ് ബുക്സ് ലാസ്റ്റ് മന്ത്? ഡിഡ്ന്റ് ഹി റീഡ് ബുക്സ് ലാസ്റ്റ് മന്ത്? ഹി വിൽ റീഡ് ബുക്സ് നെക്സ്റ്റ് മന്ത്. ഹി വോണ്ട് റീഡ് ബുക്സ് നെക്സ്റ്റ് മന്ത്. വിൽ ഹി റീഡ് ബുക്സ് നെക്സ്റ്റ് മന്ത്? വോണ്ട് ഹി റീഡ് ബുക്സ് നെക്സ്റ്റ് മന്ത്? ഞാൻ ഒന്ന് പറഞ്ഞ ഒരു 12 സെൻറ്റൻസ് ഞാൻ ഒരുമിച്ച് പറയാം, കേൾക്കുക. He reads books every day. He doesn't read books every day. Does he read books every day? Doesn't he read books every day? He read books last month. He didn't read books last month. Did he read books last month? Didn't he read books last month? He will read books next month. He won't read books next month. Will he read books next month? Won't he read books next month? ഞാനത് ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിരിക്കുകയാണ്. ഈ സെൻറ്റൻസിൽ മറ്റ് വെർബുകൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതുകയും നിങ്ങളത് പ്രാക്ടീസ് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കാരണം വീഡിയോയുടെ ലെങ്ത് ഒത്തിരി കൂടാനായിട്ട് പാടില്ലല്ലോ. അതുകൊണ്ട് ഇത്രയും സെൻറ്റൻസസ് നിങ്ങൾ പഠിക്കുക. ഇത് സമയം കിട്ടുമ്പോഴെല്ലാം നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴും നിങ്ങൾ പേഴ്സണലായിട്ട് എന്ത് ജോലി ചെയ്യുമ്പോഴും ഒറ്റയ്ക്കിരിക്കുമ്പോഴും ഒക്കെ ഈ സെൻറ്റൻസ് ഒന്ന് ആവർത്തിച്ചൊന്ന് പറഞ്ഞ് പഠിക്കുമ്പോൾ ക്വിക്ക് റിസൾട്ട് നിങ്ങൾ തീർച്ചയായും കാണാനായിട്ട് സാധിക്കും. അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുന്നത് വരെ ഞാൻ കൂടെ ഉണ്ടാവും.